ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ്. വർക്കല ആലിയിറക്കം ബീച്ചിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഈ കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് കടൽ കാണാൻ അടിപൊളിയല്ലേ. ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങ് കയറ്റി വന്നു. ഇനിയും ടോപ്പിലോട്ട് കയറിപ്പോകാൻ പറ്റും. കുന്നാണ്, കുന്ന്. ഇവിടെ നിന്നിങ്ങനെ ബീച്ച് കാണാൻ ഭയങ്കര രസമാണ്. ഇത് വർക്കല ബീച്ചിൻ്റെ മറ്റൊരു സൈഡാണ്. ഈ ബീച്ചിൻ്റെ പറയുന്ന പേരാണ് ആലിയിറക്കം ബീച്ച്. ആന ഇറക്കമില്ല, ആലിയിറക്കം ബീച്ച് എന്ന് പറയുന്നത്. ആലിയാണോ ഇനി ആലയാണോ കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല. ആലിയിറക്കം ബീച്ച് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും സൂപ്പർ വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, കടൽ അടിപൊളിയായിട്ട് കാണാം. ഇപ്പം നല്ല പവറിൽ തിരമാല അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ പയ്യന്മാരൊക്കെ നിന്നിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ഇങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇതുണ്ട് ഈ കുന്നിൻ്റെ ചെരുവിലോട്ടൊക്കെ കയറി പോകാനായിട്ട്. ഇതിൻ്റെ മുകളിൽ മൊത്തം റിസോർട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഈ കുന്നുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഭംഗി. ഭയങ്കര രസമാണ്. ഇത് വല്ലാത്തൊരു കളറുമാണ്. ഇപ്പോൾ താഴെ നോക്കി ഒരുപാട് ആശാമാരെ ബൈക്കുകളും ബുള്ളറ്റുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. സൂര്യാസ്തമനം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് തന്നെ 2 ടീമായിട്ട് തിരിഞ്ഞ് ക്രിക്കറ്റ് കളിക്കുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന വഴിയെ മുകളിലോട്ട് കയറിപ്പോകാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് മുകളിലോട്ട് പോയി കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഇവിടെയൊക്കെ പിള്ളേരന്മാർ കയറി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇവിടം വരെ ഉള്ളൂ. ഞാൻ വിചാരിച്ചങ്ങ് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. അവിടെയൊന്നും പോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇവിടേക്ക് ഇരിക്കാം. ഇതൊരു കിട്ടുന്ന സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അത് അറ്റം ചേർന്നിരിക്കുക റിസ്ക്കാണ്, പക്ഷേ അടിപൊളിയാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ ബീച്ച് നോക്കിയിരിക്കാം. വൈകുന്നേരം ഒന്നുകൂടെ ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. ഇതാ ഈ കാണുന്ന മുനമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗമാണ് ഇവിടെ കയറാൻ പറ്റുന്നതിൽ. ഇനിയും മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളി ഹൈറ്റുള്ള സ്ഥലമുണ്ട്. അവിടെ മുകളിൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് പോയി കാണിച്ചു തരാം. ആ ബീച്ചിലേക്ക് ഇറങ്ങി പോകുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ വാൻ ടൈപ്പ് കടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ചെറിയ ജ്യൂസ് ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കൈതക്കാടിനിടയിലായിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തോട്ട് പോകുന്ന വെച്ചാൽ അവിടെയും കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയായിട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഉറച്ചു കിടക്കുന്നത് കൊണ്ട് ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങ് മുകളിൽ കയറി വരാൻ പറ്റും. അങ്ങനെയാണ് ഞാനും എൻ്റെ സ്കൂട്ടറുമായിട്ട് ഇങ്ങ് മുകളിൽ കയറിയത്. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിശാലമായിട്ട് നല്ല രീതിയിൽ പരന്ന് കിടക്കുകയാണ്. ബീച്ച് സൈഡുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് കുറേ ഭാഗം നടന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്യാവശ്യം ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ വന്നു എന്നുള്ള ഇതുമായി. വർക്കല മെയിൻ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ബീച്ചാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള, അധികം വേസ്റ്റും വിഷയങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ബീച്ച്. ഇതുവഴി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കല ബീച്ചിൻ്റെ ഇവിടെ എത്താം. ഏകദേശം ഇവിടെ നിന്നൊരു 15 മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്കല ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലായിട്ട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. പിന്നെ തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് ഈ ബീച്ചിൻ്റെ ഈ ഒരു സംഭവം ഒന്ന് ഇറങ്ങി കാണാം. ഓക്കെ, അപ്പോൾ നേരം ഇങ്ങനെ സൂര്യൻ ഒന്നുകൂടെ അസ്തമിച്ച് വരട്ടെ. അപ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും. കുന്നിൻ്റെ മുകളിലോട്ട് കയറി വന്നിട്ട് കുന്നിൻ്റെ മുകൾ കാണാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം വന്ന് എത്തുന്നത് ഇവിടെ ഒരു അടിപൊളി ഒരു കുളം. സൂപ്പർ കുളം എന്ന് പറഞ്ഞാൽ എൻ്റെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു കുളം ഈ ഏരിയയിലൊന്നുമില്ല. ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാഴാക്കരുത്, നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് വർക്കല നഗരസഭയുടെ ഒരു വലിയ ബോർഡ്. പക്ഷേ ഈ കുളം ഒരു രക്ഷയില്ല. 1 കോടി രൂപയ്ക്ക് കണ്ട ഇപ്പോൾ നവീകരിച്ച കുളമാണെന്നാണ് പറയണത്. എന്തൊരു പെരുംകുളമൊന്നും അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. ഇത് സൂപ്പർ, ഒരു രക്ഷയില്ല.
നല്ല മഴയൊക്കെ അതിനെ കൊണ്ട് വെള്ളം അങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് കുളിക്കുന്നവരെയും അതേപോലെ സൈഡിൽ ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരെ കാണാം. സൂപ്പർ ഏരിയ കേട്ടോ. കുളമെന്ന് പറഞ്ഞാൽ ഇതാണ്. ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരണം. അതുപോലെ അവിടെ നോക്കുമ്പോൾ കുറേ പയ്യന്മാർ നിന്ന് ചൂണ്ട ഇടുന്ന കേട്ടോ. അവിടെ അത്രയ്ക്ക് മീനും. അപ്പോൾ നമുക്ക് കൂട്ടമായിട്ട് കുറച്ച് ആൾക്കാർ നിന്നിട്ട് ചൂണ്ട ഇടുവാണ് അവിടെ. എന്തായാലും കുളം ഒരു രക്ഷയില്ല. കുളം എന്ന് പറയാൻ പറ്റില്ല, ഇത് കായലെന്നൊക്കെ പറയാൻ കേട്ടോ. അത്രയും വലിയൊരു സംഭവം. ഇനി ഇത് നശിപ്പിച്ച് കളയാതിരുന്നാൽ മതി. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുന്നിൻ്റെ മുകളിലോട്ട് കയറി വെക്കുന്നത്. താറാവൊക്കെ നീന്തി പോവാണ് ഇതിൽ കൂടെ. അത് പുതിയതാക്കാം. എന്തൊക്കെയോ മീനുകൾ ആ ബക്കറ്റിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. കുറേ പേരുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെ സ്ഥിര ഐറ്റംസ് ഇവരിങ്ങനെ ചൂണ്ടിട്ട് പിടിക്കുകയാണ്. പല സൈഡിലായിട്ട് ഇങ്ങനെ പല ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് എന്തെങ്കിലും ആയോ എന്നറിയാൻ വേണ്ടിയുണ്ട്. വലിയ ചെറിയതുണ്ട്. ഈ കുളം നിറച്ച് മീനാന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ? വൈകുന്നേരത്തെ പരിപാടി. ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം ഇത് കണക്ക് ചൂണ്ടയെ കൊണ്ടുവന്നിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു രസമുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് പോകേണ്ടതുണ്ട് ഈ കാണുന്ന റോഡ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുന്നിൻ്റെ അവിടെ എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഈ വരുന്ന വഴിയിലായിട്ട് ഒരുപാട് റിസോർട്ടുകളും അങ്ങനെയുള്ള കഫേകളും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. റെൻറ്റ് ഹൗസുകളും ബീച്ചുമായി ബന്ധപ്പെട്ട സംഭവമുണ്ട് ഇവിടെ മൊത്തം ഉള്ളത്. കുറച്ച് റിസോർട്ടുകൾ, AC നോൺ AC റൂമുകൾ മൊത്തം ഇവിടെ കിടന്ന് എനിക്കൊന്ന് പഴയ ആൾക്കാരൊക്കെ വികടമൊക്കെ കൊടുത്ത് ലക്ഷപ്രഭുക്കളായി ഇവിടെ തിരിച്ചു പോയെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇങ്ങനെ ഗേറ്റിട്ട് അടച്ചിട്ടിരിക്കുക. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വന്ന് ലാസ്റ്റ് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഇതുപോലുള്ള റിസോർട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളെ കാണാനുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ചെറിയ ഒരു വഴിയുണ്ട്. ബീച്ചെന്ന് പറഞ്ഞ് ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഒരു റിസോർട്ടോ എന്തോ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചെറിയ ആർച്ച് വഴി അകത്തോട്ട് കയറാം. ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു മതിൽ, ചെറിയ ഇടുങ്ങിയ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി കൂടെ നടന്ന് പോവുകയാണ്. ഇത് എവിടേക്കാണ് ചെന്ന് ഇറങ്ങുന്നതെന്ന് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇനി കുഴിയിലോട്ടായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പൊക്കപ്പുറത്ത് നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ബീച്ച് കാണുക എന്നുള്ളതാണ്. ഇനി ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണെങ്കിൽ ഞാൻ ബീച്ചിൽ ഇറങ്ങില്ല. അവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു സ്പോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കും. എന്തായാലും ഇതിൻ്റെ ഇടയിൽ 2 റിസോർട്ടുകളാണ് ഉള്ളത് കേട്ടോ. റിസോർട്ട് കാര്യങ്ങളാണ് മൊത്തം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ചെറിയൊരു വഴി വെച്ചിട്ടുണ്ട് പാവം ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട്. അതെങ്കിലും ചെയ്തല്ലോ. ഇതും കൂടെ അടച്ചിരുന്നെങ്കിൽ വലിയ റിസ്ക് തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലൊരു വഴിയാണുള്ളത് കേട്ടോ മുന്നിൽ. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അത് കണക്ക് തന്നെയാണ് നമ്മൾ വർക്കല ബീച്ചിൽ നിന്നും ഇറങ്ങി പോകുന്നത്. യെസ്, എൻ്റെ അമ്മോ, ഇതൊക്കെ നിമിഷം ഇടിച്ച് താഴെ പോകാൻ കേട്ടോ. അമ്മാതിരി ഇതിലായിരിക്കണേ. മുകളിലത്തെ റിസോർട്ടിൻ്റെയൊക്കെ മതിലും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇതുമില്ല, അങ്ങനെ കെട്ടി വെച്ചിരിക്കുക. മഴയൊക്കെ പെയ്ത് എത്രത്തോളം റിസ്ക്കിലായിരിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടോ ഞാൻ താഴെ ബീച്ചിലേക്ക് ഇറങ്ങുന്നില്ല. താഴെ ഒരു മത്സ്യ കന്യ കിടപ്പുണ്ട്. അപ്പോൾ താഴെയായിട്ട് കാട് കയറിയ രീതിയിലൊരു മത്സ്യ കന്യക. പിന്നെ എൻ്റെ കൂടെ മുൻപിലായിട്ട് 2 പയ്യന്മാർ പോയി. അവന്മാർ ഇതോ ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. അത് അതുവഴിയൊക്കെ പയ്യന്മാർ പോകുന്നുണ്ട്. കണ്ടോ?
അവന്മാരൊക്കെ അതുവഴി പോകണം. ഇങ്ങനെ വളഞ്ഞങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഞാൻ താഴേക്ക് ഇറങ്ങുന്നില്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ഹൈറ്റിൽ നിന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇങ്ങനെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി. ആലിയിറക്കം ബീച്ച് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് മറ്റൊരു ഭാഗമാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാം. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ ബീച്ച് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളും റിസോർട്ടുകളൊക്കെ കാണാം. ഇതൊക്കെ പഴയ വീടുകളോ റിസോർട്ടുകളോ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ അത് കാണുന്നുണ്ട്. ഇവിടെ വീണ്ടും പയ്യന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. പയ്യന്മാർ സ്ഥിരം പോകുന്ന സ്പോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഈ വഴിയിൽ നിന്ന് ഞാൻ തിരിച്ച് കിടക്കുകയാണ്. ഈ വഴിയിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം AC നോൺ AC റൂമുകൾ റെൻറ്റിന് കിട്ടുന്നത്, അതുപോലെ ബീച്ച് റിസോർട്ടുകൾ, അങ്ങനെയുള്ള സ്പേസുകളാണ് മൊത്തം ഉള്ളത് ഇവിടെ. ഈ വീടുകളെല്ലാം റെൻ്റ് ഹൗസാണ്. അങ്ങനെ ഭയങ്കര വരുമാനമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനങ്ങനെ നടന്നു വന്നിട്ട് ഇപ്പോൾ ഒരു റിസോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുക. അതിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ മൂലയിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അങ്ങനെ നിന്ന് ബീച്ച് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതിനെക്കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ബ്യൂട്ടി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സൈഡിലോട്ട് വന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് നോക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. കറക്റ്റ് കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന കണക്കാണ്. ഞാൻ നേരത്തെ നിന്നിരുന്നതുകൊണ്ട് ആ കാണുന്ന സാധനത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അവിടെയാണ് ആലിയിറക്കം ബീച്ച് വരുന്നത്. കുറച്ച് അങ്ങോട്ട് പോകണം, ഒരു ചെറിയ വളവ് കണക്കാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ. കടലങ്ങനെ വളഞ്ഞു കിടക്കുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ റിസോർട്ടാണ്. ഞാൻ തിരിച്ചു വെച്ചേക്കുന്നുണ്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. അസ്തമന ടൈം ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങും. റൂമുകൾ കാര്യങ്ങളൊക്കെ അതാ ബീച്ചിനോട് ചേർന്നിരിക്കുന്ന നല്ല അടിപൊളി റൂമുകൾ. ഞാൻ റിസോർട്ട് ഏതാണെന്നുള്ളത് ഇവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുകളിലായിട്ട് ഓലയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വീണ് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും അത് അവരുടെ ഒരു ഇതാണ്, നാച്ചുറൽ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊക്കെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഈ ഒരു സൈഡ് ഉണ്ടോ, അത്ര ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കുന്ന് പിന്നെ ഇവിടെ നിന്ന് അധികം വിഷയമില്ലാത്ത രീതിയിലുണ്ട്. കുറച്ചപ്പുറത്തും മറ്റുള്ള സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ക്ലിഫിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈഡിൽ കുന്ന് ഇടിയുന്നുണ്ട്. പിന്നെ എൻ്റെ അങ്ങേയറ്റം താഴെ നോക്കിക്കഴിഞ്ഞാൽ 2-3 പേര് അവിടെ ഒരു ചെറിയ ഷെഡിനകത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു റിസോർട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇവിടെ നിന്നൊക്കെ ആൾക്കാർക്ക് ഇറങ്ങി ബീച്ചിലോട്ട് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ സൈഡിൽ കൂടെ വരുമ്പോൾ കാണാൻ പറ്റും ഈ റിസോർട്ടിലോട്ടൊക്കെ വഴികൾ കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഇവിടെയൊന്നും പിന്നെ ആരും ശല്യമില്ല. ഈ ഒരു ഏരിയയിലൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ സ്വൈര്യ വിഹാരം നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്ന് ആലിയിറക്കം ബീച്ച് വരെ നടന്ന് പോകുന്ന ഒരു സ്പേസാണ്. ഞാനിവിടെ ഈ റിസോർട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ കേട്ടോ. ജസ്റ്റ് അകത്തോട്ട് കയറിയാണ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ റിസോർട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന റോഡില്ല. സംഭവം ഇങ്ങനെയാണെങ്കിലും ഈ റോഡൊന്നും കൊള്ളത്തൊന്നുമില്ല, മൊത്തം കച്ചറയാണ്. ഞാൻ വന്ന നിന്ന റിസോർട്ട് ഇതാണ്. അങ്ങനെ ഞാനിപ്പോൾ ആലിയിറക്കം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈമെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി വന്നപ്പോൾ ടൈം 6:30 മണിയായി. ഇപ്പോൾ ആലിയിറക്കം ബീച്ചിൽ ഞാൻ നേരത്തെ മോളിൽ നിന്ന് കണ്ടതിനേക്കാൾ ആൾക്കാർ ഉണ്ട്. ഇതുണ്ടോ, പാർക്കിംഗ് ഏരിയയൊക്കെ ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്, ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കൈതക്കാടിൻ്റെ ഇടയിലായിട്ട് ഒരു മാമ കരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്.
ഈ കാണുന്ന കൈതര മുകളിലൊക്കെ ഇഷ്ടം പോലെ ചക്ക നിൽക്കും. ഇതെന്താ കൈതച്ചക്ക? കൈതച്ചക്ക അല്ലേ? ആ, ഇത് പിടിക്കുന്ന പൂവിനാണ് താഴാമ്പൂ എന്ന് പറയുന്നത്. കൊള്ളാല്ലേ? ഇത് നമ്മൾ ഈ ലക്ഷദ്വീപിലുള്ള ആൾക്കാർ ഈ ഒരു സാധനം വെച്ച് കറി വയ്ക്കുന്നത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സാധനമാണ് നിൽക്കുന്നത്. ഇതിനെക്കാട്ടി ഓവർ വലുതാവുന്നതാണ്. ഒരുപാടുണ്ട്. ആ, കറി വയ്ക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, അതിൻ്റെ ഒറിജിനൽ സാധനം. എന്താ കളറല്ലേ? ഇത് തിന്നാനൊന്നും കൊള്ളത്തില്ല. നിങ്ങളാരും തിന്നത്തില്ല. പക്ഷെ ലക്ഷദ്വീപിൽ ഈ സാധനം വെക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടെ കണ്ട് വീഡിയോയിൽ കണ്ടത്. ഇതേ സാധനം തന്നെ, ഇതേ സെയിം സാധനം. ഒരു വെള്ളക്കാരൻ തിന്നുന്നതായിട്ട് കാണിക്കുന്നു. വെള്ളക്കാരനല്ല, മലയാളീസ്, ലക്ഷദ്വീപുകാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിന്റെ ഈ ഓരോ സാധനം. വെള്ളക്കാര് എനിക്കറിയില്ല. നിങ്ങൾ ബീച്ചിന്റെ അടുത്ത് കിടക്കണമല്ലേ? കൈ വെച്ച് നോക്കണം. ഇത് ജ്യൂസ് അടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇതാണെങ്കിൽ തേങ്ങ നമ്മളെ ഈ മറ്റേ പുച്ചങ്ങ കട്ടി ഭയങ്കര കട്ടിയുള്ള സാധനമാണ്. വേണ്ട ഇരിക്കുന്ന മരം ഇരുന്നാണ് ഇരിക്കുന്ന മരം. അതെ, ഇത് ഒരുമാതിരി പാക്കുണ്ടല്ലോ, പാക്കിന്റെ വേറൊരു പാക്കിനെയും കട്ടി ടൈറ്റ്. പക്ഷെ ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ട വരും. കട്ടിയല്ല, ഇത് ജ്യൂസിലടിക്കുമെന്നാണ് വിഷമൊന്നുമല്ല കാണിക്കുന്നത്. വിഷമായിട്ട് നമുക്കറിയില്ല. നമ്മൾ ആരും നമ്മളീ നോ പ്രോബ്ലം ആരും കഴിക്കും. ബീച്ചിൽ വന്നപ്പോ കണ്ടപ്പോ സാധനം ചിലപ്പോ മധുരം ഉണ്ടാവുമായിരിക്കും. കളറൊക്കെ ഇല്ലേ കണ്ടു കഴിഞ്ഞാല് തിന്നണ്ട. ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങള് തിന്ന സാധനം തുപ്പിക്കളയോ? മധുരം ഉണ്ടോ? എനിക്ക് വേണ്ട. അല്ല, ഇത് അവര് കഴിക്കുന്ന കൊണ്ട് ഞാന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇന്നാള് ഇത് എടുത്തോണ്ട് ഇവിടെ വെച്ചവര് പറഞ്ഞു ജ്യൂസിൽ എന്തരത്തില് മലയാളികള് കല്ലമ്പലത്തുള്ളവർ പറഞ്ഞു ഇത് ജ്യൂസില് ഇതിന്റെ പൂച്ചൊക്കെ അരിഞ്ഞ് ജ്യൂസിൽ ചേർത്ത് അടിച്ചു കുടിക്കും. ആയിരിക്കാം, ശരിയായിരിക്കാം. ഈ സാധനം എന്തായാലും ഇവിടെ ഉള്ള ആരും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം ഈ മരത്തിലുള്ളത് കാണിച്ചപ്പോൾ കാക്ക എടുത്തോണ്ട് വന്നതാണ് ഈ ഒരു സാധനം. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അങ്ങനെയാണ് വല്ല മാർക്കറ്റുള്ള സാധനമാണെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ആൾക്കാർ പറിച്ചോണ്ട് പോകും. അതെ, ഈ കാക്കൊക്കെ ഉള്ളതാണ്. നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടില്ലേ? ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുത്തപ്പോഴൊക്കെ ഇല്ലേ കരിക്ക് വെട്ടുന്നതൊക്കെ ആയിട്ട്. അതെ, സംഭവം കളയാണ്. ഒരു ചെറിയ കടയൊക്കെ മുന്നിലുണ്ട്, ചെറിയ കോഫി ഷോപ്പോ എന്തൊക്കെയാണ്. ഇത് ചായയൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ ആൾക്കാർ. ഈ ഒരു ടൈമിൽ ഒന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരികയാണ്. ഈ ഒരു സംഭവം നിൽക്കുന്നുണ്ട്, കൈതേരം എല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇങ്ങനെ വെട്ടി കുതുക്കി സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതാ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തോ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ നടക്കുകയാണ്. കുറേ ടീമുകളുണ്ട്, ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അതിനെക്കൊണ്ട് ആൾക്കാർ വന്ന് എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ബീച്ചിലും ഏകദേശം ഇങ്ങനെയുള്ള പരിപാടിയുണ്ട്. നമ്മുടെ കൊല്ലം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് ചുമ്മാതെ ഒന്ന് നടക്കാൻ വിചാരിക്കാൻ, അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. അവിടെ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് എന്തോ ഒരു വെള്ളം പോകുന്ന കണക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കടലിലോട്ട് പൊഴി മുറിഞ്ഞ് പോകുന്ന ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്തായാലും ബീച്ച് ഇപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ. മഴയൊന്നും ഇല്ല. അതിനെക്കൊണ്ട് ഒരുപാട് പേർക്ക് ബീച്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ദിവസമുണ്ട്. ഇന്ന് മഴയാണെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ അടിപൊളി ഒരു ക്ലൈമറ്റ്. കറക്റ്റ് 6:30 മണിയാണ് ഇപ്പോൾ താമസിച്ചല്ലേ ഇരുട്ടുന്നത്. ഒരു 5 മണിയുടെ ഒരു എന്താ പറയുക, ആ ഒരു ടൈം കണക്കാണ് എനിക്ക് തോന്നുന്നത്. വർക്കല മെയിൻ ബീച്ചിനെയും കാട്ടി ഈ ഒരു ബീച്ച് അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അറ്റം വരെ തിരക്കാം. ഇനി ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും അങ്ങനെ തിരക്കാം. ഇപ്പം നമ്മൾ നേരത്തെ നിന്ന കുന്നിൻ്റെ മുകളാണ് കാണുന്നത്. ഞാൻ നേരത്തെ നിന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ കയറി നിന്നത് അതിൻ്റെ മുകളിലാണ്. ഞാൻ നേരത്തെ എന്ന റിസോർട്ടും ആ ഹോട്ടലൊക്കെ ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഭാഗത്താണ് കേട്ടോ. അവിടെയാണ് ഞാൻ നേരത്തെ കയറി നിന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു മൂലയിൽ വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് എത്താൻ പറ്റിയില്ല. അങ്ങോട്ടൊക്കെ ഉള്ള ഗേറ്റുകളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. വേണാച്ചാൽ കയറിപ്പം പിന്നെ അങ്ങോട്ട് പ്രൈവസി ഉള്ള ഏരിയ ആയതിനെക്കൊണ്ട് അങ്ങോട്ട് അവരങ്ങനെ കടത്തി വിടില്ല. അതാ ഈ കാണുന്ന റോഡാണ് നമ്മൾ ഇറങ്ങി ആലിയിറക്കം ബീച്ചിലോട്ട് വരുന്നത്. എന്താല്ലേ നല്ല പച്ചപ്പ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാ
അടിപൊളിയായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ ഇപ്പോഴേ ഇങ്ങനെ നട്ട് വളർത്തി വെച്ചിരിക്കുകയാണ്. റിസോർട്ട് എന്തോ വരാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് അതുപോലെ അങ്ങൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതുവരെ നടന്നു പോയിട്ടില്ല. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ പൊഴി വരുന്ന ഭാഗത്താണ്, പൊഴി മുറിഞ്ഞ് പോകുന്ന ഭാഗമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും മഴ ഉണ്ടായിട്ടും പൊഴിയൊന്നും മുറിഞ്ഞ് പോകുന്നില്ല, വെള്ളം അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ സൈഡിലായിട്ടും കുറേ സംഭവങ്ങളുണ്ട്, റിസോർട്ടുകളും റൂമുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു പൊഴിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു മഴ ഇല്ലാത്തതിനെ കൊണ്ട് ബ്ലോക്കായി നിൽക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ ഒരാൾ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. കണ്ട മണ്ണൊക്കെ ഇളക്കി എടുക്കുകയാണ്. എന്താണാവോ, എന്തിനോ പിടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വൈകുന്നേരങ്ങളിൽ ഈ തീരപ്രദേശത്ത് ഒരുപാട് സാധനങ്ങൾ വരുമല്ലോ, അവർക്കേ അറിയത്തുള്ളൂ. അവരെന്തോ അരിപ്പക്കായിട്ടാണ് പോകണം കേട്ടോ. ഇനി വല്ല ഗോൾഡ് അങ്ങനെ അരിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നറിയില്ല. അങ്ങനെ പോകണം, എന്തോ ഒരു മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അതാണ് സംഭവം. സൂര്യാസ്തമനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കളറായിട്ടുണ്ട്, ഗോൾഡൻ കളറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് സൂര്യൻ അസ്തമിക്കും. ആരുടെയോ കലാവിരുതാണ്, ഒരു ആമേൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടില്ല മണ്ണയിൽ. ഈ ഒരു ഭാഗത്ത് മൊത്തം എനിക്ക് തോന്നുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഏരിയ കേട്ടോ. അവർ മാർക്കറ്റോ എന്തൊക്കെയാണല്ലോ ഇവിടെ കാണുന്നത്. മാർക്കറ്റല്ല, എനിക്ക് തോന്നുന്നു അവർ ഈ വള്ളങ്ങളും വലകളൊക്കെ കൊണ്ടുപോയിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇത് കണ്ടോ, ഒരു വള്ളം പൊളിഞ്ഞടിക്കുന്നുണ്ട്. നേരത്തെ കടലിലാണ്ട് അകപ്പെട്ട് പൊളിഞ്ഞ വെള്ളമാണ്, കരക്കി കയറ്റി വെച്ചിരിക്കുക. ഇങ്ങോട്ട് നോക്കുമ്പോൾ മൊത്തം വള്ളങ്ങളാണ്. ഇവിടെ മൊത്തം മത്സ്യത്തൊഴിലാളിയുടെ ഏരിയകളാണ് കേട്ടോ. അത്രയും വള്ളങ്ങൾ ഈ സൈഡിലുണ്ട്. പുറകിലായിട്ട് ഒരുപാട് ഷെഡുകളും ഓരോ വീടുകളൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത്. ഇങ്ങോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല മീൻ കിട്ടാൻ വഴിയുള്ള ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാ സൂര്യാസ്തമനം അടുത്തുകൊണ്ടിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൂര്യൻ കടലിനകത്തേക്ക് മറയുന്ന പ്രതിഭാസം വരും. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ റെഡായിട്ട് താഴേക്ക് ഇങ്ങനെ മുങ്ങി അങ്ങോട്ട് പോകുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, കാണുന്നൊരു ഫീൽ ഭയങ്കരമാണ്. ഇവിടെ ആയിട്ട് 2-3 പയ്യന്മാർ ആ കിടക്കുന്ന ആ ഒരു പൊഴി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ ചാല് വെച്ച് അതുമാതിരി ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് വെള്ളത്തിന്. ഒരു ടൈം പാസ് അല്ലേ, ഇവിടുത്തെ പിള്ളേരായിരിക്കും. ഇതുണ്ടോ അങ്ങനെ നീട്ടി കൊണ്ടുവന്ന് മണ്ണൊക്കെ കാര്യമായിട്ട് ചുരണ്ടി കളയാണ്. ആത്മാർത്ഥമായിട്ട് പണി. അയ്യോ എൻ്റെ പൊന്നെ, ഒട്ടും പ്രതീക്ഷിക്കാതെ വെള്ളം വന്ന് കയറിയുണ്ടോ. എമ്മാതിരി വരക്കാണ് വന്നേക്കണത്. ഭയങ്കരമായ തിരടിച്ചിരിക്കുന്നു. നോക്ക്, ഞാൻ ഓടേണ്ടതല്ലേ. ഇപ്പം എൻ്റെ പിറം മൊത്തം നനഞ്ഞന. സൂര്യൻ ദാ അസ്തമിച്ച് ഇനി ഒന്നും കാണാൻ വയ്യ കേട്ടോ. താഴോട്ട് എത്തിയപ്പോൾ ഒരു പുണ്ണാക്കം കാണാൻ വയ്യ. കംപ്ലീറ്റ് ബ്ലറായി പോവാണ്. ഇനി രക്ഷയില്ല, ഇനി കാണാൻ പറ്റത്തില്ല. സൂര്യാസ്തമനത്തിൻ്റെ അവസാന കാഴ്ചകൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഒന്ന് ക്ലാരിറ്റി ആയിട്ട് തന്നെ കിട്ടത്തില്ല. അങ്ങനെ സൂര്യാസ്തമനം കഴിഞ്ഞു, ഒന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. क्या चाहिए, कैसा है, हेलो, क्या चाहिए, इधर आओ, इधर आओ, ഹലോ. നമുക്ക് ബീച്ചിൽ ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവറ്റകൾ ഇവിടെ കിടന്ന് കറങ്ങാണ്. വിഷയമൊന്നുമില്ല, അവിടെ ഇരിക്കുന്നു. ഹലോ ഹലോ, ഇത്രയല്ലോ, ആള് പാവട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ നിന്നൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇങ്ങോട്ട് നടക്കുവാണ്. ഇനി ജസ്റ്റ് ആ ക്ലിഫിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ വിചാരിക്കുന്നു. ആ 3 പയ്യന്മാരെ കൂടെ കുതിരയും എന്തോ വീഡിയോ വാച്ച് ചെയ്യണം തോന്നുന്നു. നോക്കൂ, അമ്മ മൊബൈലിൽ എന്തോ വീഡിയോ കാണുന്നുണ്ട്. കുതിരയും അങ്ങോട്ടേനെ നോക്കിക്കൊണ്ടിരിക്കണേ, എന്താണാവും. ഇങ്ങനെ കുതിര സവാരി വരെ ഇവിടെ തുടങ്ങി കേട്ടോ. അത്യാവശ്യം ആൾ വരുന്നത് കൊണ്ടാണ് ഈ കുതിര സവാരിയൊക്കെ ഇവിടെ ഉള്ളത്. യുവമാരെ ഈ കുതിരയിൽ ഇവർ മേടിക്കുന്ന റേറ്റ് 200 മീറ്റർ 300 രൂപയ്ക്ക്. അപ്പുറത്തുണ്ടായിരുന്ന അതേ ടീം തന്നെയാണ് ഇവർ. അപ്പോൾ റേറ്റവും ചോദിച്ചതാണ്. ഞാൻ റൈഡ് നടത്താൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ കൊള്ളാം. തൈ നിൽക്കണ ആശാനുണ്ടല്ലോ, ആലിയിറക്കം ബീച്ചിലെ ഒരേ ഒരു കുതിരയാണ് കേട്ടോ. അവൻ ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് നാളായിട്ട് ഈ ഒരു ഏരിയയിലെ സവാരിക്കാരനാണ്. അവൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 300 രൂപ. എന്തായാലും ഇവിടെ നമുക്ക് റൈഡ് ചെയ്യുന്നതിന് 300, 200 ആ റേറ്റ് കണക്കാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ ഒരു ലുക്കൊക്കെ ഉള്ളവനാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു വലിയ കുതിരയാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ജയനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് വേണേ ഒന്ന് മെരിക്കൊക്കെ തടവിക്കൊന്ന്. ഒരു രക്ഷയില്ല. അവിടുത്തെ ഡാൻസിങ് ഹോഴ്സ് ആയിരുന്നു. ഒരു വലിയ ബോക്സിൽ ഒരു പാട്ട് കൊടുത്താൽ അവിടെ ഫുള്ള് ഡാൻസ് കളിച്ചു. ഞാനങ്ങനെ ഏഴര മണിയായപ്പോൾ മെയിൻ ബീച്ചിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴും വർക്കല ഫുൾ വിഷയം കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച തിരക്കാണ് ഈ കാണുന്നത്. ഞായറാഴ്ച തിരക്കത്തിൽ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. പക്ഷേ താഴെ ബീച്ചിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ബീച്ചെന്ന് പറയാൻ വേണ്ടിയൊന്നുമില്ല, കംപ്ലീറ്റ്ലി ആൾക്കാർ ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത്. കാരണം ഈ ഒരു സൈഡിൽ നിന്നുള്ള വഴികളൊക്കെ ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് കടലിങ്ങ് കയറി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു താഴത്തെ അതിലിങ്ങനെ തട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. ഇവിടുത്തെ കടകളൊക്കെ നല്ല സജീവമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒരുപാട് കടകൾ ഇപ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അങ്ങേറ്റം വരെ പോകാൻ കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ അങ്ങേറ്റം വരെ ഞാൻ പോകുന്നില്ല. ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇവിടെ വന്നിട്ട് മുകളിലിങ്ങനെ നിൽക്കുകയാണ്. താഴോട്ട് നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത് കേട്ടോ. കടൽ ഒരുപാട് കയറിപ്പോയി. കടലിങ്ങ് കയറി ഇങ്ങ് ഭിത്തിയിൽ തട്ടുകയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ജസ്റ്റ് മുന്നോട്ടൊന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഈ ഒരു ഭാഗം മൊത്തം കടലിപ്പോൾ കയറി. ആ കാണുന്ന ഭാഗത്തൊക്കെ നമ്മൾ നിന്നിരുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഫുള്ള് വിഷയവും. ഇവിടെയൊക്കെ കടൽ കയറി കിടക്കുവാണ്. ജസ്റ്റ് ഒരു ഇതിലായിട്ട് കാണാം. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നും പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത്. ആ വഴി ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വഴി എവിടെയെങ്കിലും ഇടിഞ്ഞ് വീണിട്ടുണ്ടാവുന്നു. അപ്പോൾ വഴി ഇടിഞ്ഞ് വീണിട്ടില്ല. അപ്പോൾ മുമ്പോട്ട് വന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു ഭാഗം മൊത്തം കടൽ കയറി കിടക്കുകയാണ്. ആർക്കും ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു അങ്ങേറ്റത്തെ ഒരു ബീച്ച് മാത്രമായിരിക്കും ഇച്ചിരിയെങ്കിലും ഒരു ഇതുള്ളതെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഫുള്ള് ഇവിടെ നിൽക്കുന്ന ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഏരിയ. ഈ കാണുന്ന ഇരുട്ടണക്കുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു അന്തമില്ല, അങ്ങ് താഴെ പോകും. യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നു. ഒരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ആ ഒരു ഏരിയ പിന്നെ നേരത്തെ പോകാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഇനി ഒട്ടും പോകാൻ പറ്റത്തില്ല കേട്ടോ. അത്രയും റിസ്ക്കിലായിരിക്കുന്നത്.